ഇന്ന് പുറംവാതിൽ നിയമനമാണ് KSEBയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും PSC ടെസ്റ്റ് വഴി റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ആ സ്ഥിര തസ്തികകളിൽ വർഷങ്ങളായി തന്നെ നിയമനം നടത്താത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഭരണ സംവിധാനം ഇന്ന് നടപ്പാക്കിയിരിക്കുന്നത്. പല തസ്തികകളിലും 10 വർഷത്തിൽ കൂടുതലായിട്ട് നിയമനം നടക്കാത്ത ഒരു സാഹചര്യവും അവിടെ കരാർ അടിസ്ഥാനത്തിലാണ്. ഇതുതന്നെ KSEBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് KSEBയെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ഉള്ള ഈ നയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, KPISC എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ KSEBയിൽ എങ്ങനെയാണോ KSRTCയിൽ KSIFT എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് KSRTCയെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ തകർത്തത്, അതേ രീതിയിൽ തന്നെ KPISC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി KSEBയിലും രൂപീകരിച്ചുകൊണ്ട് ആ KSEBയെയും പൂർണ്ണമായിട്ട് തകർക്കുവാനുള്ള ഒരു സംവിധാനത്തിലോട്ടാണ് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ഇതിനെതിരെ ശക്തമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്കം തന്നെ ശക്തമായിട്ട് ഈ KSEBയെ പൊതുമേഖലയിൽ നിലനിർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സമരരംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു, അതായത് ഡ്യൂട്ടിയിൽ നിയോഗിക്കാത്ത സമയത്തും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം KSEBയിൽ രാത്രികാലങ്ങളിൽ നമുക്കറിയാം. വൈദ്യുതി എന്തെങ്കിലും തടസ്സമുണ്ടാകുന്ന സമയത്ത് KSEBയിൽ സബ് എഞ്ചിനീയർമാർക്ക് രാത്രി ഡ്യൂട്ടി അവർക്ക് നിലവിലില്ല. ആ സബ് എഞ്ചിനീയർ ഫീഡർ ഓപ്പറേറ്റ് ചെയ്യേണ്ട, തീർത്തും അപകടകരമായിട്ടുള്ള ഫീഡർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് ഡ്യൂട്ടിയിലില്ലാത്ത സബ് എഞ്ചിനീയർ എന്നുള്ള ഒരു വിരോധാഭാസം ഇത് കേരളത്തിൽ മാത്രമാണ്. മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ സപ്ലൈ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിധത്തിലുള്ള ഒരു അധിക ജോലി കൂടി KSEBയിലെ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയമാണ് ഇവിടുത്തെ കാലാകാലങ്ങളായിട്ടുള്ള ഇവിടുത്തെ സർക്കാർ സംവിധാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഭാരതീയ മസ്ദൂർ സംഘം ശക്തമായിട്ട് ഈ വിഷയത്തിൽ 8 മണിക്കൂറാക്കി ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് വൈദ്യുത മന്ത്രിയുടെ മുമ്പിലും കാലങ്ങളായിട്ട് നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. അതുപോലെ തന്നെ ഇന്ന് KSEBയിലെ ജീവനക്കാർക്ക് അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് KSEB ഇന്ന് കടത്തിലോട്ടാണ് എന്നുള്ള ഒരു രീതിയിലാണ് ബോർഡ് ഉന്നയിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ KSEBയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തില് കേരള വൈദ്യുതി മസ്ദൂർ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടതനുസരിച്ച് KSEB നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റയിൽ നമുക്ക് ആ ഡാറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയും, KSEBയിൽ കഴിഞ്ഞ ഒക്ടോബർ 31 വരെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ തന്ന സമയത്ത് നമ്മൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും 3710 രൂപ, 3710 കോടി രൂപയുടെ 3710 കോടി രൂപ KSEBക്ക് പല മേഖലകളിൽ നിന്ന് കിട്ടാനുണ്ട്. പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ അധീനതയിലുള്ള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇത് നോക്കുന്ന സമയത്ത് 1915 കോടി രൂപ എന്നും, അപ്പോൾ ഈ വിധത്തിൽ അതുപോലെ തന്നെ മറ്റു നിരവധി സ്ഥാപനങ്ങളും അങ്ങനെ 3710 കോടി രൂപ KSEBക്ക് ലഭിക്കേണ്ട സാഹചര്യത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രസ്താവന വന്നിരുന്നു, അതായത് 750 കോടി രൂപ സർക്കാർ KSEBയെ സഹായിച്ചു എന്നുള്ളത് തീർത്തും വിരോധാഭാസമാണ്. അതായത് 3710 കോടി രൂപ കിട്ടാൻ കിടക്കുമ്പോഴാണ് 750 കോടി എന്ന് പറഞ്ഞുകൊണ്ട് അത് KSEB കടത്തിലാണ് എന്ന് ബോധപൂർവം വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ്. ഈ പൈസ പിരിച്ചെടുക്കണമെന്നാണ് കേരള വൈദ്യുതി മസ്ദൂർ സംഘം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കണമെന്ന് KSEBയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഏക തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് ഭാരതീയ മസ്ദൂർ സംഘമാണ്, കേരള വൈദ്യുതി മസ്ദൂർ സംഘമാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കി അത് KSEBയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു സാധാരണ ജനങ്ങൾക്കും വളരെ കൃത്യമായ വിധത്തിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ആ വിധത്തിലുള്ള ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കും, ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളുടെ ശക്തമായിട്ടുള്ള എതിർപ്പ്, ആ എതിർപ്പിന് മുന്നിൽ കേരളത്തിന്റെ വൈദ്യുത മന്ത്രി വരെ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്.
വൈദ്യുത മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് ഇവിടുത്തെ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നാണ് കേരള വൈദ്യുതി മസ്ദൂർ സംഘത്തിന് ഈ സമയത്ത് ആ വിഷയത്തിൽ കേരള വൈദ്യുതി മസ്ദൂർ സംഘത്തിന് ബോധ്യപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്ന, നമുക്കറിയാം കേന്ദ്രത്തിന്റെ നിരവധി പദ്ധതികൾ, ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന പ്രകാരം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന പദ്ധതികൾ വന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ, അതുപോലെ നവീകരണ പദ്ധതികൾ RDSS സ്കീം പ്രകാരം ധാരാളം നവീകരണ പദ്ധതികൾ കൊണ്ടുവന്ന സമയത്ത് ആ ഗ്രാന്റുകളെ എല്ലാം തന്നെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ KSEBയെ തകർക്കുന്ന ഒരു ശ്രമത്തിലോട്ടാണ് ഇന്ന് KSEBയിലെ വെള്ളാനകൾ അതിനെ ആ ഒരു സ്ഥിതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് KSEBയെ ഇങ്ങനെ KSRTC ആക്കി മാറ്റുവാൻ പോകുന്നതിനെ ശക്തമായിട്ട് ഭാരതീയ മസ്ദൂർ സംഘം എതിർക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ജനുവരി 6-ാം തീയതി കേരള വൈദ്യുത മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലോട്ട് കേരള വൈദ്യുതി മസ്ദൂർ സംഘം വൈദ്യുതി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു മാർച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.